നന്ദൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. പാചകത്തിലെ തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കേക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. കസ്റ്റേർഡ് മിൽക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ മുട്ട ഉപയോഗിക്കുന്നില്ല. ഇതൊക്കെ കേക്ക് ഉണ്ടാക്കുവാൻ എടുത്തു വെച്ച സാധനങ്ങളാണ്. ആദ്യമായി ഒരു പാത്രത്തിൽ 100 മില്ലി ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് ഓയിലും എടുക്കാവുന്നതാണ്. അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് മറ്റു ചേരുവകൾ ചേർക്കുകയാണ്. 1/2 കപ്പ് മൈദ, 50 ഗ്രാം കസ്റ്റർഡ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി അരിച്ചെടുത്ത ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് പാൽ കുറച്ചായി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ ബാറ്റർ തയ്യാറാക്കാൻ 250 ml പാൽ വേണ്ടി വന്നു. ഒട്ടും കട്ടയില്ലാതെ നന്നായി ഇളക്കിയെടുക്കുക. ഇതാ ഈ ഒരു പരുവത്തിൽ ബാറ്റർ തയ്യാറാക്കണം. ഒരു ബേക്കിംഗ് ട്രേ എണ്ണ പുരട്ടി എടുക്കുകയാണ്. ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എയർ ബബിൾസ് പോകുവാൻ ഈ പാത്രം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് ബേക്ക് ചെയ്യുവാൻ ഒരു വലിയ പാത്രം എടുത്ത് ഉപ്പിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് ഒരു അടപ്പ് കൊണ്ട് മൂടി നല്ലവണ്ണം പ്രീഹീറ്റ് ചെയ്തെടുക്കുക. കേക്കിൻ്റെ ബാറ്റർ നിറച്ച പാത്രം ഒന്നുകൂടി ടാപ്പ് ചെയ്ത ശേഷം പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലെ സ്റ്റാൻഡിൽ വെച്ച് കൊടുത്ത് മൂടി കൊണ്ട് മൂടി കേക്ക് ബേക്ക് ചെയ്യാം. സാധാരണ നിലയിൽ 35-40 മിനിറ്റ് കൊണ്ട് കേക്ക് ബേക്ക് ചെയ്ത് കിട്ടും. ഒരു 25 മിനിറ്റ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചോ കേക്ക് വെന്തുവോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കേക്ക് ബേക്കാവുന്ന സമയത്ത് വേറൊരടുപ്പിൽ ഇതിന് വേണ്ടുന്ന സോസ് തയ്യാറാക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി തുടങ്ങുമ്പോൾ 250 ml പാലൊഴിച്ച് തിളപ്പിക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുറച്ച് പാലെടുത്ത് അതിൽ 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു നുള്ളു മഞ്ഞ കളർ ചേർക്കുകയാണ്. കളർ വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. കസ്റ്റർഡ് പൗഡർ ചേർത്ത പാൽ തിളക്കുന്ന പാലിൽ ഒഴിച്ചു കൊടുത്ത് പാലൊന്ന് കുറുക്കിയെടുക്കുക. ഇതൊരു ജാറിലൊഴിച്ച് തണിയുവാൻ വെക്കുക. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വശങ്ങൾ ഒരു കത്തി കൊണ്ട് ഇളക്കി കൊടുക്കുകയാണ്. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ കേക്ക് മുഴുവനും ഒന്ന് കുത്തി കൊടുക്കുക. നമ്മൾ ഒഴിക്കുന്ന സോസ് കേക്കിൽ നന്നായി ഇറങ്ങിച്ചെല്ലാനാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. തയ്യാറാക്കിയ സോസ് കുറച്ച് കേക്കിന് മുകളിലായി ഒഴിച്ചു കൊടുക്കുക. എല്ലായിടത്തേക്കും നന്നായി പരത്തി കൊടുക്കുക. ഈ ട്രേ ഇനി ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അടുത്തതായി കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്യുക. മൂന്ന് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ഇതിൽ ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം കേക്കിന് മുകളിൽ നല്ല കട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പിസ്തയോ ചെറിയോ എന്തുകൊണ്ട് വേണമെങ്കിലും ഇതിനെ അലങ്കരിക്കാം. ഇതൊരു 10 മിനിറ്റ് ഫ്രീസറിലും അതിനുശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലും സൂക്ഷിച്ച ശേഷം കഴിക്കാവുന്നതാണ്.
ഇതാ നമ്മുടെ കേക്ക് ഞാൻ കട്ട് ചെയ്യുകയാണ്. ഈ കേക്ക് നേരത്തെ തയ്യാറാക്കിയ സോസ് ഒഴിച്ചു കൊടുത്ത് സെർവ് ചെയ്യാം. എന്താ ഈ അടിപൊളി ടേസ്റ്റുള്ള കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുപോലുള്ള നല്ല റെസിപ്പികൾ നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching the video.